നമസ്കാരം, ഞാൻ വിനോദ്. ഫൈനീഷ് സ്റ്റഡീസിന്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. നമ്മൾ ഡയറക്ഷന്റെ അതായത് ദിശയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് 2 ക്ലാസ്സിലായിട്ട് അല്ലേ. ഇന്ന് നമ്മൾ വേറൊരു പ്രത്യേക രീതിയിലുള്ള ചോദ്യമാണ് നമ്മൾ പഠിക്കുന്നത്. നമുക്ക് നോക്കിയാലോ. ഇത് എ എന്ന ബിന്ദുവിൽ നിന്നും രാജു 40 കിലോമീറ്റർ കിഴക്കോട്ട്, അവിടെ നിന്നും വലത്തോട്ട് 40 കിലോമീറ്റർ, പിന്നെ അവിടെ നിന്നും നേരെ ഇടത്തോട്ട് 20 കിലോമീറ്റർ, പിന്നെ അവിടെ നിന്ന് വീണ്ടും ഇടത്തോട്ട് 40 കിലോമീറ്റർ, പിന്നെ അവിടെ നിന്ന് വലത്തോട്ട് എത്രയാണ് 10 കിലോമീറ്റർ നടന്നു. എയിൽ നിന്നും അയാൾ എത്ര അകലെയാണ്? നമ്മൾ നോക്കാം. ആദ്യം എന്ത് ചെയ്യണമെന്നാ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞേ, നമുക്കിവിടെ ഒരു ദിക്കിന്റെ ഇത് വരയ്ക്കാം അല്ലേ. ഇത് ഇങ്ങനെ ഒന്ന് അടയാളപ്പെടുത്തി വയ്ക്കുക എളുപ്പത്തിന് വേണ്ടി. ഇത് നോർത്ത്, ഇത് സൗത്ത്, ഇത് ഈസ്റ്റ്, ഇത് വെസ്റ്റ്, ഇത് ഈസ്റ്റ്, ഇങ്ങനെ അടയാളപ്പെടുത്തി വയ്ക്കുക. ഇതാണ് പോയിന്റ്. ഇനി നമുക്ക് അവിടെ തുടങ്ങാം. എ എന്ന ബിന്ദുവിൽ നിന്നും നമുക്കിവിടെ എ എന്ന ബിന്ദുവായിട്ട് ഇവിടെ അടയാളപ്പെടുത്താം. എ എന്ന ബിന്ദുവിൽ നിന്നും രാജു 40 കിലോമീറ്റർ കിഴക്കോട്ട്, കിഴക്ക് ഇങ്ങോട്ടല്ലേ, ഇതുണ്ടോ കിഴക്ക് ഇങ്ങനെ, ഇത് ഈ ബിന്ദു എന്ന് വെച്ചാൽ ഇവിടുന്ന് ഇങ്ങനെ കിഴക്കോട്ട് 40 കിലോമീറ്റർ, ഇവിടുന്ന് 40 കിലോമീറ്റർ ഇങ്ങനെ പോയി. ഇത് 40 കിലോമീറ്റർ എന്ന് നമുക്ക് ഇവിടെ എഴുതി വയ്ക്കാം. 40 കിലോമീറ്റർ ഇങ്ങനെ പോയി, കിഴക്കോട്ട് പോയി. ആ കിഴക്കതല്ലേ ഇത്. അവിടെ നിന്നും വലത്തോട്ട് 40 കിലോമീറ്റർ, ഇങ്ങനെ അയാൾ ഇങ്ങനെ പോവുകയാണ് അല്ലെ, അങ്ങോട്ട് കിഴക്കോട്ടല്ലേ പോകണം. അയാൾ ഇങ്ങനെ പോകുന്നു, എന്നിട്ട് അവിടെ നിന്നും വലത്തോട്ട് 40 കിലോമീറ്റർ, ഇങ്ങനെ പോകുമ്പോൾ അയാളുടെ വലത്ത് ഇതല്ലേ, വലത്തോട്ട് അങ്ങോട്ട് എത്രയാണ് 40 കിലോമീറ്റർ, ഇങ്ങനെ തിരിഞ്ഞ് ഇങ്ങനെ 40 കിലോമീറ്റർ പോകുന്നു. അപ്പൊ എങ്ങനെ വരും? അപ്പൊ ഇയാൾ ഇങ്ങനെയല്ലേ പോണേ, ഇങ്ങനെ പോകണം അല്ലെ. അപ്പം ഇങ്ങോട്ട് തിരിയുന്നു, ഇങ്ങോട്ട് 40 കിലോമീറ്റർ, 40 അല്ലെ. അയാൾ ഇങ്ങനെ പോകുന്നു, അയാൾ ഇങ്ങനെ തിരിഞ്ഞ് നോക്കണം, നമ്മൾ റൈറ്റ് സൈഡ് ഇതല്ലേ, ഇങ്ങനെ പോകുന്നു, ഇങ്ങനെ 40 കിലോമീറ്റർ പോയി. പിന്നെയോ അവിടെ നിന്ന് നേരെ ഇടത്തോട്ട് 20 കിലോമീറ്റർ, നമ്മൾ ഇങ്ങനെയല്ലേ പോകുന്നത്. ഇനി അവിടെ നിന്ന് ഇടത്തോട്ട് ഇങ്ങനെ ഇടത്തോട്ട് 20 കിലോമീറ്റർ ഇങ്ങനെ പോകും. 20 കിലോമീറ്റർ ഇടത്തോട്ട് പോകുന്നു, അത് 20 എന്ന് എഴുതണം. 20 കിലോമീറ്റർ ഇടത്തോട്ട് പോകുന്നു. പിന്നെയോ അവിടെ നിന്ന് വീണ്ടും ഇടത്തോട്ട് 40 കിലോമീറ്റർ. അപ്പൊ ഇങ്ങനെയാ പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോ അല്ലെ. ഇപ്പൊ ഇങ്ങനെ പോകുന്നു, വീണ്ടും ഇടത്തോട്ട് ഇങ്ങനെ പോകുന്നു, ഇങ്ങനെ 40 കിലോമീറ്റർ, അവിടെ നിന്ന് വീണ്ടും ഇടത്തോട്ട് 40 കിലോമീറ്റർ, അതെ 40 കിലോമീറ്റർ, 40 കിലോമീറ്റർ പോയി. പിന്നെയോ അവിടെ നിന്ന് വലത്തോട്ട് 10 കിലോമീറ്റർ, ഇങ്ങനെയല്ലേ പോയിക്കൊണ്ടിരിക്കുന്നത്, ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് ഇതല്ലേ വലത്ത്. അപ്പൊ അങ്ങോട്ട് ഇനി 10 കിലോമീറ്റർ, ഇങ്ങനെ തിരിഞ്ഞിട്ട് ഇങ്ങനെ 10 കിലോമീറ്റർ അല്ലെ. 10 കിലോമീറ്ററും വലത്തോട്ട് 10 കിലോമീറ്റർ, ഇത് 10. ഇതൊന്നുകൂടെ ഞാൻ പറയാം. 40 കിലോമീറ്റർ കിഴക്കോട്ട് പോയി, ഇങ്ങനെ പോയി. പിന്നെയോ വലത്തോട്ട് 40 കിലോമീറ്റർ, ഇങ്ങനെ പോയിട്ട് വലതുവശം ഇതല്ലേ, ഇങ്ങോട്ട് തിരിഞ്ഞ് എത്ര പോയി? 40. അത് കഴിഞ്ഞിട്ട് എങ്ങനെ പോയി? അവിടെ നിന്നും ഇടത്തോട്ട് 20 കിലോമീറ്റർ, ഇങ്ങനെ പോയി, ഇങ്ങനെ കഴിയുമ്പോൾ ഇടതുവശം ഇതല്ലേ, ഇങ്ങോട്ട് തിരിഞ്ഞ് 20 കിലോമീറ്റർ പോയി. അതിനുശേഷമോ പിന്നെ അങ്ങനെ പോയിട്ട് വീണ്ടും ഇടത്തോട്ടാണ്, ഇങ്ങനെ പോയി കഴിയുമ്പോൾ ഇടതുവശം ഇത്, ഇടത്തോട്ട് 40 കിലോമീറ്റർ. അവിടെ നിന്ന് പോയി കഴിഞ്ഞിട്ടോ വലത്തോട്ട്, ഇങ്ങനെയാണ് ലാസ്റ്റ് പോകുന്നത്, വലത്തോട്ട് 10 കിലോമീറ്റർ പോയി. അപ്പോൾ ഇവിടെ വരെ എത്തി അല്ലേ. അപ്പോൾ എയിൽ നിന്നും അയാൾ എത്ര അകലെയാണ്? എ ഇതല്ലേ, എയിൽ നിന്നും ഇവിടെ ഇപ്പൊ അയാൾ വന്ന് നിൽക്കുന്നത് എത്ര അകലത്തിലാണ് എങ്ങനെ കണ്ടുപിടിക്കും? ഇത് 40 കിലോമീറ്റർ ആണെന്നറിയാം, ഇത് 10 കിലോമീറ്റർ ആണെന്നറിയാം, ഈ ദൂരം കൂടെ കൂട്ടണ്ടേ അതിനകത്ത്. ഈ ദൂരം എന്ന് പറഞ്ഞാൽ എവിടെയുണ്ട്? ഇതുണ്ടോ, ഇവിടെ കിടക്കുന്നുണ്ടോ 20 കിലോമീറ്റർ എന്നുള്ളത്. അത് തന്നെ ആയിരിക്കില്ല ഈ ദൂരം എന്ന് പറയുന്നത്. ഇവിടെ 20 കിലോമീറ്റർ, അപ്പൊ ഇത് 20 കിലോമീറ്റർ, അപ്പൊ ഇത് 40, ഇത് 10, ഇവിടെ 20 കിലോമീറ്റർ ഇവിടെയുണ്ട്. അകലമല്ലേ നമുക്ക് ഇവിടെ എയിൽ നിന്നും അയാൾ ഇപ്പൊ നിൽക്കുന്ന അകലം ചോദിച്ചാൽ കണ്ടുപിടിച്ചാൽ പോരെ. അപ്പൊ ഇവിടെ നിന്നും ഇവിടം വരെ എത്രയുണ്ട്? ഇത് 40, ഇത് 10, 40ഉം 10ഉം ഇത് 40, 10 പ്ലസ് 10 പ്ലസ് 20 അല്ലേ. ഇത് 40 പ്ലസ് 10 പ്ലസ് ഈ 20, ഇവിടെ 20 ആയതുകൊണ്ട് ഇവിടെ 20, 40, 10, 50, 50, 20, 70 കിലോമീറ്റർ അകലെയാണ് ഇപ്പോൾ രാജു നിൽക്കുന്നത് അല്ലേ. അതാണ്, ഇങ്ങനെയാണ് ഇത് കണ്ടുപിടിക്കേണ്ടത്. ഇത് നിങ്ങൾ ശ്രദ്ധിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ഉറപ്പായിട്ട് നിങ്ങൾക്ക് മാർക്ക് ലഭിക്കും. അതുകൊണ്ട് ഈ ആദ്യം ഡയറക്ഷൻ എഴുതുക, അതുപോലെ ഇങ്ങനെ പെട്ടെന്ന് വരച്ച് നോക്കിയിട്ട് ഉത്തരം ശരിയാക്കുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. മനസ്സിലായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ബോക്സിൽ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ ഏവർക്കും നന്ദി.